ഹരിയാന ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അല്പസമയത്തിനകം അറിയാം. ഹരിയാനയിലെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഹരിയാനയിലെയും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകശ്മീരിലെയും 90 വീതം സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ജമ്മുകശ്മീരിൽ 3 ഘട്ടമായും ഹരിയാനയിൽ ഒറ്റഘട്ടവുമായിട്ടാണ് വോട്ടെടുപ്പ് നടന്നത്. വിവരങ്ങളുമായി ഗൗതവും ആയുസനും ചേരുന്നുണ്ട്. ആദ്യം ഗൗതത്തിലേക്കാണ്. ഗൗതം, എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്ക് രാജ്യം ഉറ്റുനോക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശമുണ്ട് ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഫലങ്ങൾ പുറത്തുവിടുക എന്നുള്ളത്. ഏത് നിമിഷവും ഇനിയും ഫലങ്ങൾ പുറത്തു വരാം. എന്തായാലും ഹരിയാനയിൽ ഒരു ഹാട്രിക് വിജയം BJP പ്രതീക്ഷിക്കുന്നു. ജമ്മുകശ്മീരിൽ ഏത് രീതിയിലാകും ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ എന്നുള്ളതും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏകദേശ സൂചന. കാരണം വരാനിരിക്കുന്ന ഫലങ്ങളുടെ പൂർണ്ണമായ ഒരു ചിത്രം ഒരിക്കലും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കൂടിയും എന്തൊക്കെയാണ് നോക്കിക്കാണലുകൾ? ലക്ഷ്മി, ഹരിയാനയിലും വൈകിട്ട് 6 മണിയോടുകൂടി പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഏത് നിമിഷം വേണമെങ്കിലും വിവിധ ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ വാർത്താ ഏജൻസികളും തയ്യാറാക്കിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിർദ്ദേശം എന്നത് 6:30 ശേഷം മാത്രമേ എക്സിറ്റ് പോളുകൾ പുറത്തേക്ക് വിടാവൂ എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. അതിനാൽ ഇനിയുള്ള സമയങ്ങളിൽ ഇപ്പോൾ 6:35 സമയം. ഇനിയിപ്പോൾ ഓരോ ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഓരോ ഏജൻസികളും കഴിഞ്ഞ ഒരു മാസക്കാലം ഹരിയാനയിലും അതോടൊപ്പം തന്നെ ജമ്മുകശ്മീരിലും നടത്തിയ പഠന റിപ്പോർട്ടുകൾ, അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് എക്സിറ്റ് പോളുകൾ വരുന്നത്. ഒപ്പം വോട്ട് ചെയ്ത ആളുകളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ എക്സിറ്റ് പോൾ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ അല്പസമയത്തിനകം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ രണ്ട് നിയമസഭകളുടെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഫലമെന്ന് ഓടിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ജമ്മു കശ്മീരിനെ സംബന്ധിച്ച് നമുക്കറിയാം 2014 അവിടെ അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത്. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 87 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതിൽ ഏറ്റവും വലിയ കക്ഷിയായത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി മെഹബൂബ മുഫ്തിയുടെ PDP ആണ്. PDPക്ക് 28 സീറ്റും തൊട്ടു താഴെ BJP അന്ന് 25 സീറ്റുകളിലും വിജയിക്കുകയുണ്ടായി. നാഷണൽ കോൺഫറൻസിന് 15ഉം കോൺഗ്രസിന് 12 സീറ്റുകളിൽ മാത്രമാണ് 2014 ജമ്മു കശ്മീരിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചത്. ഹരിയാനയിലേക്ക് എത്തുകയാണെങ്കിൽ ഹരിയാനയിൽ 40 സീറ്റുമായി ഏറ്റവും വലിയ കക്ഷിയായിരുന്നു BJP. കോൺഗ്രസിന് 31 സീറ്റും ജനനായക് ജനതാ പാർട്ടിക്ക് 10 സീറ്റും നേടി. അങ്ങനെ കഴിഞ്ഞ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ BJP പിന്നീട് ജനനായക് ജനതാ പാർട്ടി എന്ന പുതിയതായി രൂപീകരിച്ച ദുഷ്യന്ത് ചൗട്ടാലയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പുതിയ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയാണ് ഹരിയാനയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഭരണത്തിലേറിയത്. ഈ ഭരണം അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ ജനനായക് ജനതാ പാർട്ടി BJPക്കുള്ള പിന്തുണ പിൻവലിച്ചുവെങ്കിൽ പോലും മറ്റ് സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി 10 വർഷം അധികാരത്തിൽ പൂർത്തീകരിക്കുവാൻ BJPക്ക് സാധിച്ചിരുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ വിവിധ എക്സിറ്റ് പോളുകൾ പുറത്തു വരും. ഗൗതം, ഈ പ്രമുഖ നേതാക്കളുടെയൊക്കെ ഒരു രാഷ്ട്രീയ ഭാവിയുടെ ഒരു വിധി കൂടിയായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹരിയാനയിലും ഒപ്പം തന്നെ ജമ്മു കശ്മീരിലും അത്തരത്തിൽ ഈ പ്രമുഖർ മത്സരിച്ച മണ്ഡലങ്ങളിലെ ഒരു പ്രചരണം ഉൾപ്പെടെ അതെങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി, ജമ്മു കശ്മീരിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ ഒന്ന് ഓടിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന് ബുഡ്ഗാം നിയമസഭാ സീറ്റാണ്. ബുഡ്ഗാമിൻ്റെ ഏറ്റവും പ്രത്യേകതയായി കാണേണ്ടത് അവിടെ ഒമർ അബ്ദുള്ള മത്സരിച്ചു എന്നുള്ളതാണ്. ഒമർ അബ്ദുള്ള 2 സീറ്റുകളിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ബാരാമുല്ലയിൽ പരാജയപ്പെട്ടിരുന്നു. എഞ്ചിനീയർ റഷീദിനോടാണ് ബാരാമുല്ലയിൽ ഒമർ അബ്ദുള്ള പരാജയപ്പെട്ടത്. ഈ ഒരു പരാജയ ഭീതി കൂടി ഉള്ളതിനാലാണ് 2 മണ്ഡലങ്ങളിൽ നിന്നും നാഷണൽ കോൺഫറൻസിന്റെ ഉപാധ്യക്ഷനും ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ മത്സരിക്കുന്നത്. അതിൽ ബുഡ്ഗാം അതോടൊപ്പം തന്നെ ഗാൻഡർബൽ എന്നീ 2 മണ്ഡലങ്ങളിൽ ഒമർ അബ്ദുള്ള ജനവിധി തേടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നൌഷേര അതോടൊപ്പം തുടങ്ങിയ മണ്ഡലങ്ങളാണ് BJPയുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രവീന്ദർ റൈന, അദ്ദേഹം നൌഷേരയിൽ നിന്നാണ് മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ BJP അധികാരത്തിലെത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരാൾ ദേവേന്ദർ സിംഗ് റൈനയാണ്. അദ്ദേഹം ജനവിധി തേടുന്നത് നഗ്രോട്ട മണ്ഡലത്തിൽ നിന്നാണ്. ഈ നഗ്രോട്ടയും നൌഷേരയും ഒക്കെ BJPക്ക് പരമ്പരാഗതമായി സ്വാധീനമുള്ള ജമ്മു ബെൽറ്റിൽ നിന്നുള്ള മണ്ഡലങ്ങളാണ്. അത് നേരത്തെ ഒമർ അബ്ദുള്ള മത്സരിക്കുന്ന ഗാൻഡർബൽ അതോടൊപ്പം തന്നെ ബുഡ്ഗാം തുടങ്ങിയ മണ്ഡലങ്ങൾ
താഴ്വരയിലുള്ളതാണ്. കശ്മീർ വാലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിയമസഭാ സീറ്റുകളാണ്. എന്തായാലും ഇത്തരത്തിൽ പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം ഈ തവണയും ജമ്മു കശ്മീരിലും അതോടൊപ്പം തന്നെ ഹരിയാനയിലും മത്സര രംഗത്ത് വളരെ സജീവമായിരുന്നു. ഇതിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഹരിയാനയിൽ നമുക്കറിയാം കഴിഞ്ഞ 10 വർഷമായി BJPയുടെ തുടർഭരണമാണ്. അവരൊരു മൂന്നാമത് ഒരു ഹാട്രിക് വിജയത്തിന് വേണ്ടിയാണ് ഹരിയാനയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 ലോക്സഭാ സീറ്റുകളുള്ള ഹരിയാനയിൽ 5 സീറ്റുകളിലാണ് BJP വിജയിച്ചത്. 5 സീറ്റിൽ കോൺഗ്രസ് വിജയിക്കുകയുണ്ടായി. 2014 ഹരിയാനയിൽ ആദ്യമായി BJP സർക്കാർ രൂപീകരിക്കുന്നത്. അന്ന് 90-അംഗ നിയമസഭയിൽ 47 സീറ്റ് നേടിക്കൊണ്ട് RSS പ്രചാരകൻ കൂടിയായിട്ടുള്ള മനോഹർലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിൽ BJP അന്നവിടെ സർക്കാർ രൂപീകരിച്ചു. പിന്നീട് 2019 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിലും കേവല ഭൂരിപക്ഷത്തിന് അരികിൽ 40 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടിക്കൊണ്ട് വലിയ കക്ഷിയായി. പിന്നീട് ജനനായക് ജനതാ പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഹരിയാനയിൽ വീണ്ടും BJPയുടെ സർക്കാർ അധികാരത്തിലെത്തി. 4.5 വർഷക്കാലം മനോഹർലാൽ ഖട്ടർ തന്നെ രണ്ടാമത്തെ ടേമിലും അവിടെ മുഖ്യമന്ത്രിയായി തുടർന്നു. പിന്നീട് അവസാന ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപാണ് മനോഹർലാൽ ഖട്ടറിനെ ദേശീയ തലത്തിൽ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ക്ഷണിക്കുകയും ഒപ്പം അവിടെ നവാബ് സിംഗ് സൈനി എന്ന പുതിയ മുഖ്യമന്ത്രിയെ അവിടെ പരീക്ഷിക്കുകയും ചെയ്തത്. ഏതായാലും ഈ തവണ അവിടെ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. BJPക്കും കോൺഗ്രസിനും ഇടയിൽ തന്നെയാണ് ശക്തമായ മത്സരം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അവിടെ തിരിച്ചുവരവിനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിന് പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് രാജ്യത്ത് രൂപപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ കർഷക സമരത്തിന് വേദിയാക്കപ്പെട്ട സംസ്ഥാനം. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ തങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഹരിയാനയിൽ കണക്ക് കൂട്ടുന്നത്. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചും അതോടൊപ്പം തന്നെ OBC വിഭാഗങ്ങളുടെയും ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെയും പിന്തുണ അതിൻ്റെ ഒരു ആവർത്തനം ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന നയമാണ് BJP സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും BJPക്കും കോൺഗ്രസിനും ഇടയിൽ ശക്തമായ മത്സരം ഹരിയാനയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെ ശക്തമായ മത്സരം നടന്നു. അതിനാലാണ് 10 സീറ്റുകളുള്ള ഹരിയാനയിൽ 5 സീറ്റിൽ BJPയും 5ഇടത്ത് കോൺഗ്രസും ജയിക്കുകയുണ്ടായത്. പക്ഷേ ഈ പ്രതിപക്ഷത്തിന്റെ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യത നമുക്ക് ഹരിയാനയിൽ തള്ളിക്കളയാനാവില്ല. കാരണം കോൺഗ്രസ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് INLD മറ്റൊരു രീതിയിൽ പ്രതിപക്ഷ വോട്ടുകൾ തേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനനായക് ജനതാ പാർട്ടിയുണ്ട്, BSPയും ആം ആദ്മി പാർട്ടിയും പോലെയുള്ള ചെറു കക്ഷികൾ, ഈ പ്രതിപക്ഷ നിരയുടെ ഭാഗമായിട്ടുള്ള ചെറുതും വലുതുമായ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഹരിയാനയിൽ മത്സരിക്കുന്നു. അത് BJPക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം ഈ ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ട വോട്ടുകൾ ഒരുപക്ഷെ ഛിന്ന ഭിന്നമായി പോകുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ കോൺഗ്രസിനും അത് വലിയൊരു ഭയമായി നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കോൺഗ്രസും BJPയും തമ്മിലുള്ള മത്സരമാണ് മിക്ക മണ്ഡലങ്ങളിലും രൂപപ്പെട്ടതെങ്കിലും INLDക്കും ജനനായക് ജനതാ പാർട്ടിക്കുമൊക്കെ നിർണായകമായ സ്വാധീനമുള്ള പല ബെൽറ്റുകൾ ഹരിയാനയിലുണ്ട്. ഒപ്പം ജാട്ട് വോട്ടുകൾ ഹരിയാനയിൽ ഒരു നിർണായകമായ ഘടകമാണ്. 25% വരുന്ന സമുദായമാണ് ജാട്ട് കമ്മ്യൂണിറ്റി. ആ സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം എല്ലാ മുഖ്യമന്ത്രിമാരും ജാട്ട് സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു. പക്ഷേ BJP അതിൽ ഒരു മാറ്റം കുറിച്ചു. കാരണം ജാതീയത ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന കൃത്യമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2014-ലും 19-ലും BJPക്ക് അവിടെ അധികാരം കിട്ടിയ ഘട്ടത്തിൽ ജാട്ട് ഇതര മുഖ്യമന്ത്രിമാരെ അവിടെ അധികാരത്തിൽ എത്തിക്കുവാൻ BJP ശ്രമിച്ചിരുന്നു. അതിനാൽ ഇത്തവണയും ജാട്ട് ഇതര OBC അതോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടാണ് BJP ഹരിയാനയിൽ കണ്ണുവെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം ജാട്ട് സമുദായത്തിൻ്റെയും മറ്റും പൂർണ്ണമായ വോട്ടുകൾ തങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് അവിടെ അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നത്. ലക്ഷ്മി, ഗൗതം, നമുക്കറിയാം ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലസൂചനകൾ പുറത്തു വന്നപ്പോൾ ഈ ജമ്മു കാശ്മീരിൽ BJPയുടെ ഒരു ആധിപത്യം പ്രവചിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം അവിടുത്തെ ഒരു വോട്ടിംഗ് എന്ന് പറയുക, ഇലക്ഷൻ എന്ന് പറയുന്ന പല കാരണങ്ങൾ ചരിത്രപരമായിരുന്നു. മാത്രമല്ല ജമ്മു മേഖലയിൽ പ്രത്യേകിച്ചും പോളിംഗ് വളരെ ശക്തവുമായിരുന്നു. പക്ഷേ ഈ പരമ്പരാഗത വോട്ട് രീതികൾ പ്രത്യേകിച്ച് ആ ഒരു പ്രദേശത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ ഗതി നിർണ്ണയിക്കുന്നതിൽ ഈ ഒരു തെരഞ്ഞെടുപ്പും ഫലം വളരെ നിർണായകമാകും. അപ്പോൾ ഈ പരമ്പരാഗത വോട്ടിംഗ് പാറ്റേണുകളിൽ ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ വോട്ട് ചെയ്ത ഒരു യുവതയുണ്ടല്ലോ, അത് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകാം എന്ന് നോക്കിക്കാണണം. ലക്ഷ്മി, ഇപ്പോൾ ഇന്ത്യ ടുഡേ സർവേ പ്രവചിക്കുന്നത് ജമ്മു കാശ്മീരിൽ BJPക്ക് വലിയ മുന്നേറ്റം എന്നുള്ളതാണ്. ഇന്ത്യ ടുഡേയുടെ സർവേ ചൂണ്ടിക്കാണിക്കുന്നത് BJP അവിടെ 28-നും 30-നും ഇടയിൽ സീറ്റുകൾ നേടുമെന്നുള്ളതാണ്. നമുക്കറിയാം 2014-ൽ ജമ്മു കാശ്മീരിൽ അവസാനമായി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അവിടെ BJPയുടെ സീറ്റ് നില എന്നത് 25 ആയിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ഏറ്റവും വലിയ
കക്ഷിയായി 25 സീറ്റുകൾ നേടിയ ഘട്ടത്തിൽ തന്നെ പിന്നീട് അവിടെ PDPയുമായി സഖ്യം ചേർന്ന BJP ജമ്മു കശ്മീരിൽ സർക്കാർ രൂപീകരിക്കുന്ന സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം റാം മാധവ് BJPയുടെ ജമ്മു കശ്മീർ തെരഞ്ഞെടുപ്പ് പ്രഭാരിയായിട്ടുള്ള റാം മാധവ് കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP ജമ്മു കശ്മീരിൽ മാറുകയാണെങ്കിൽ അവിടെ സർക്കാർ രൂപീകരിക്കുന്നത് BJP ആകും എന്നുള്ളതായിരുന്നു. സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായി തങ്ങൾ മാറിക്കഴിഞ്ഞാൽ കശ്മീരിൽ BJP മുഖ്യമന്ത്രി ഉണ്ടാകും, സർക്കാരിൻ്റെ ഭാഗമായി BJP ഉണ്ടാകും എന്നത് സംബന്ധിച്ചുള്ള അടിയുറച്ച ആത്മവിശ്വാസം റാം മാധവിനെ പോലുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ ചില സർവേകൾ, പ്രത്യേകിച്ച് ഇന്ത്യ ടുഡേ പോലെയുള്ള എക്സിറ്റ് പോളുകൾ ഇപ്പോൾ BJPക്ക് അവിടെ മുൻതൂക്കം പ്രവചിക്കുന്നത് 28 മുതൽ 30 സീറ്റ് വരെ BJP അവിടെ വിജയിക്കും എന്നാണ് ഇന്ത്യ ടുഡേയുടെ എക്സിറ്റ് പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസ് NC സഖ്യം 12 മുതൽ 15 സീറ്റുകൾ വരെ നേടുകയുള്ളൂ എന്ന് പറയുന്നു. PDPക്ക് ജമ്മു കശ്മീരിൽ ഇന്ത്യ ടുഡേയുടെ സർവേ പ്രവചിക്കുന്നത് കേവലം 5 സീറ്റുകൾക്ക് താഴെയാണ്. അതായത് 2 മുതൽ 5 സീറ്റ് വരെ PDP അവിടെ വിജയിക്കൂ എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ പ്രവചിക്കുന്നത്. ഹരിയാനയുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക് TVയുടെ സർവേ പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസ് 55-നും 62-നും ഇടയിൽ സീറ്റുകൾ നേടും എന്നത് റിപ്പബ്ലിക് TVയുടെ സർവേയാണ്. അത് BJP ക്യാമ്പുകളെ നിരാശപ്പെടുത്തുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹരിയാനയുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക് TV വിശദീകരിക്കുന്നത് 58-നും 62-നും ഇടയിൽ സീറ്റുകൾ, അതായത് 90-അംഗ നിയമസഭയിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടും കോൺഗ്രസ് എന്നാണ് റിപ്പബ്ലിക് TVയുടെ അവകാശവാദം. BJP അവിടെ 18-നും 24-നും ഇടയിൽ സീറ്റുകളിൽ ഒതുങ്ങും. മറ്റുള്ളവർക്ക്, അതായത് ജനതാ പാർട്ടിയും INLDയും ഉൾപ്പെടെയുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക്, ആം ആദ്മി പാർട്ടിക്ക് ഉൾപ്പെടെ വലിയ തിരിച്ചടി അവിടെ റിപ്പബ്ലിക് TV പ്രവചിക്കുന്നു. കോൺഗ്രസ് ഒറ്റയ്ക്ക് അവിടെ കേവല ഭൂരിപക്ഷത്തിൽ എത്തും എന്നതാണ് റിപ്പബ്ലിക് TV ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അതിൽ BJPക്ക് സീറ്റുകൾ വളരെ കുറയുന്നു, 18 മുതൽ 24 വരെ എന്നുള്ളതാണ് പീപ്പിൾസ് പ്ലസ് എന്ന സർവേ പറയുന്നത്. ഹരിയാനയിൽ കോൺഗ്രസ് 55, BJP 26, അതേഴ്സ് 3 മുതൽ 5 വരെ സീറ്റാണ്. ന്യൂസ് 18 ഹരിയാനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് 59, BJP 21, ജനതാ പാർട്ടി 2, അതായത് റിപ്പബ്ലിക് TV, അതോടൊപ്പം തന്നെ പീപ്പിൾസ് പ്ലസ്, ഒപ്പം നേരത്തെ സൂചിപ്പിച്ച ന്യൂസ് 18 തുടങ്ങിയ 3 പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകൾ ഇപ്പോൾ ഹരിയാനയിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുന്നില്ല, മറിച്ച് ഭരണമാറ്റം ഉണ്ടാകുമെന്നത് സംബന്ധിച്ചുള്ള വിശദീകരണമാണ് നൽകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായി BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. ഇതിൽ ചില എക്സിറ്റ് പോളുകൾ ഇപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസിന് വലിയ മുൻതൂക്കം പ്രവചിക്കുന്നു. പക്ഷേ ഏറെ ശ്രദ്ധേയമാകുന്നത് ജമ്മു കശ്മീരിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. ജമ്മു കശ്മീരിൽ BJPയുടെ മുന്നേറ്റവും ഇവിടെ ചില എക്സിറ്റ് പോളുകൾ പ്രവചിക്കുകയാണ്. 14-ന് ശേഷം തിരഞ്ഞെടുപ്പ് നടന്ന ജമ്മു കശ്മീരിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണിക്കുന്ന BJPക്ക് മുൻകൈ ലഭിക്കും എന്നുള്ളതാണ്.